വൈൽഡ് കാർഡ്സ് വീണ്ടും ചരിത്രം കുറിക്കുന്ന വൈൽഡ് കാർഡ്സ് മലയാളം ബിഗ് ബോസിൽ പഴയതും പുതിയതും. അതെ, എന്താ സംഭവം? വൈൽഡ് കാർഡുകളിൽ ട്വിസ്റ്റുകൾ ഒളിപ്പിച്ചുകൊണ്ട് ചരിത്രം കുറിച്ച് മലയാളം ബിഗ് ബോസിനകത്തേക്ക് പുതിയൊരു സംഭവം നടക്കാനായി പോകുന്നു എന്നറിയുന്നു. എന്താണ് വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോവാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോ അറിയുന്ന ഒരു വിവരം, വൈൽഡ് കാർഡ്സ് അടുത്ത ആഴ്ച ഉണ്ടാകുമെന്നാണ്. നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഞാനൊരു വൈൽഡ് കാർഡിന്റെ കേസ് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വൈൽഡ് കാർഡ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ മലയാളം ബിഗ് ബോസിൽ കണ്ടിട്ടില്ലാത്ത പുതിയൊരു സംഗതി ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഹിന്ദി ബിഗ് ബോസിനകത്ത് നടക്കുന്ന ചില പ്രത്യേക സംഭവങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഈ ഒരു നിമിഷത്തിൽ പറഞ്ഞുതരാം. ഞാൻ പേരുൾപ്പെടെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനത് ഇപ്പൊ പറയാത്തതിന്റെ കാര്യം അത് അത്രയ്ക്കും വലിയൊരു ട്വിസ്റ്റാ. അപ്പൊ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ, അതെങ്ങാനും മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ബിഗ് ബോസിന് അത്രയും വലിയൊരു ട്വിസ്റ്റ് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഉള്ളതാണെങ്കിൽ, അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഹിന്ദികളിലോട്ട് പോവാം. ഹിന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ വൈഫിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ അവരുടെ എക്സിനെ അല്ലെങ്കിൽ പഴയ കണ്ടസ്റ്റൻസിനെ ഒക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന വെറൈറ്റി സാധനങ്ങളുണ്ട്. ചിലപ്പം എക്സുകൾ നമ്മുടെ സീസൺ 13 ഉള്ള പോലെ സിദ്ധാർത്ഥിന്റെ എക്സുകൾ, പിന്നെ വൈഫ്, പിന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ പഴയ സീസണിലെ കണ്ടസ്റ്റന്റിനെ തന്നെ വീണ്ടും കൊണ്ടുവരുന്നു കളിപ്പിക്കാൻ, അതും വൈൽഡ് കാർഡായിട്ട് കളിപ്പിക്കാൻ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന ഹിന്റ്. ഒരു കോഡ് പറഞ്ഞു തരാം. പഴയതാണ് പുതിയതുമാണ്. ഇതാണ് കോഡ്. ഈ പഴയതും പുതിയതും എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോ, കണ്ടുപിടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങിക്കോ. ഞാൻ എന്തായാലും അറിയുന്ന മുറയ്ക്ക് പഴയതുമാണ് എന്നാൽ പുതിയതുമാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഈ ഒരു വിവരം ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ വൈൽഡ് കാർഡ് ഒരാൾ ഒന്നിലധികം പേരോ ഉണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. പക്ഷെ അത് 50th ഡേയിൽ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി അടുത്ത ചൊവ്വാഴ്ച ആകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. വരാൻ പോകുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച. ഓക്കെ, 50ാമത്തെ ദിവസത്തെ വീക്കെൻഡ് കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അടുത്ത ആഴ്ച ഗസ്റ്റ് വരുവാണെന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ റോബിനെ പോലെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വരുവാണെന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് കൺഫർമേഷൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കോടതി ടാസ്ക് വല്ലതും ആയിരിക്കാം. അതിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കാം ഒരു പക്ഷെ പുതിയ കണ്ടസ്റ്റന്റ് ജഡ്ജിയായിട്ടൊക്കെ ജഡ്ജിയായിട്ട് കയറി വരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? നല്ല രസമായിരിക്കും അല്ലേ? അപ്പൊ ആ പുതിയ കണ്ടസ്റ്റന്റ് ആരാണ് എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി അതിലൊരു വ്യക്തത വന്നിട്ട് നിങ്ങളോട് പറയാം. എന്തായാലും പഴയതുമാണ് പുതിയതുമാണ്. ഇത് മലയാളം ബിഗ് ബോസിൽ വന്നാൽ ചരിത്രം എന്നേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഈ ഒരാൾ വന്നാൽ ഇനി അപ്കമിങ് സീസൺസിൽ ഇതുപോലെ വെറൈറ്റി സാധനങ്ങൾ നടക്കും. അതായത് ഈ പറയുന്ന പോലെ പഴയ കണ്ടസ്റ്റൻസിനെ തിരിച്ച് വീണ്ടും കളിക്കാനായിട്ട് കൊണ്ടുവരിക, ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റൻസിന്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ എക്സ് ഗേൾ ഫ്രണ്ട്സ് വരിക, അല്ലെങ്കിൽ ഔട്ടായിപ്പോയ കണ്ടസ്റ്റൻസിന്റെ അവരുടെ ഭാര്യയും ഭർത്താവും വരിക, അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന കണ്ടസ്റ്റന്റിന്റെ ഭർത്താവ് കളിക്കാനായിട്ട് കയറി വരുന്നു, ഭാര്യ കളിക്കാനായിട്ട് കയറി വരുന്നു, എക്സ് കളിക്കാനായിട്ട് കയറി വരുന്നു. അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി സാധനങ്ങൾ. സോ ഇത് കത്തിക്കാനുള്ള വേലയാണ്. മലയാളം ബിഗ് ബോസിൽ വരുന്നെങ്കിൽ സാധനം കത്തും. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് നോക്കാം. പിന്നെ റീഎൻട്രിയും ഈ പറഞ്ഞ പോലെ അപ്പാനിയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ റീഎൻട്രി കൊടുക്കാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ അപ്പാനിക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ വേറെ ആർക്ക് കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പാനിക്ക് ആയിരിക്കാം റീഎൻട്രി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്നത്. പക്ഷെ മുന്നേ ഒരു റീഎൻട്രി 50ാമത്തെ ദിവസം ഉണ്ടാവും എന്നാണ് അറിയാൻ പറ്റിയത് മുന്നേ. പക്ഷെ ഇപ്പൊ അതിനെ പറ്റിയൊന്നും കേൾക്കുന്നില്ല, സത്യമായിട്ടും കേൾക്കുന്നില്ല. 50ാമത്തെ ദിവസം റീഎൻട്രി ഉണ്ടെന്നാണെന്നു ആദ്യം ഈ സീസൺ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സീസണിന്റെ ഒരു 20-25 ഡേയ്സിനകത്ത് അറിയാൻ പറ്റിയത് 50ാം ദിവസം റീഎൻട്രി ഉണ്ട്, ഇറങ്ങുന്ന കണ്ടസ്റ്റൻസിന്റെ അടുത്തൊക്കെ ഒന്ന് പറയുന്നുണ്ടെന്നാണ്. പിന്നീട് അവർ ആ പരിപാടി അങ്ങ് മതിയാക്കി. റീഎൻട്രി ഉണ്ടെന്നുള്ള കാര്യം ഇപ്പം അറിയുന്നില്ല, പറയാൻ പറ്റില്ല. ഇപ്പം പെട്ടെന്ന് ഇപ്പം അപ്പാനിക്കൊരു കോൾ പോയാൽ അപ്പാനി റീഎൻട്രി ഉണ്ട്, അല്ലെങ്കിൽ ഷാരിക റീഎൻട്രി ഉണ്ട്, ബിൻസി റീഎൻട്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വലിയ താമസമൊന്നും ഇല്ലല്ലോ എല്ലാ കാര്യത്തിനും. സോ ഈ ഒരു വൈൽഡ് കാർഡിന്റെ കേസ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ.
ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമ്പം കൺഫേംഡ് ആയിട്ട് വന്ന് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാം. എന്തായാലും ഇങ്ങനൊരു പരിപാടി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടെ ആ കാര്യം അറിയിച്ചതാണ്. അപ്പോൾ അടുത്ത ഇപ്പം കുറേ പേര് ചോദിക്കും, എന്തിനാണ് വീഡിയോ ഇട്ടത്? ആണാണെന്ന് പറഞ്ഞില്ല, പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടില്ല, എക്സ് കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല, ആരുടെയെങ്കിലും കാമുകനോ കാമുകിയാണോ എന്ന് പറഞ്ഞിട്ടില്ല, ഭർത്താവും ഭാര്യയാണോ എന്ന് പറഞ്ഞിട്ടില്ല, ചലഞ്ചർ ആണോ എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ കോഡ് എന്താ? പഴയതുമാണ് പുതിയതുമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.